നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സുധി, ദേവികയുടെ സുധിയേട്ടൻ മരിച്ചുവെന്ന് ആര് പറഞ്ഞു? ഇപ്പോഴുമുണ്ട് ഈ ഭൂമിയിൽ. അപ്പൊ പിന്നെ ഒന്ന് കണ്ടതായി തോന്നിയതിന് അത്ഭുതമില്ല. സത്യത്തില് സുധേട്ടൻ വന്നതുപോലെ തന്നെ എനിക്ക് തോന്നി ഡോക്ടർ. ആ കാൽപ്പാടൊക്കെ. എന്നാലും രാത്രിയിൽ ഇറങ്ങിപ്പോവൊന്നും വേണ്ട. ശത്രുക്കൾ ഏത് വേഷത്തിലും വരും. മാരീജന്മാർ ഒരുപാടുള്ള ലോകമായത്. എന്തൊരു കരുതൽ! ഒരാളോട് ഇത്തിരി കരുതൽ കാണിക്കുന്നതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇവളോട് അല്ലേ? ആവശ്യമില്ലാത്ത സംസാരം വേണ്ട. സുധിയുടെ ആത്മാവിന്റെ സാന്നിധ്യം ദേവികയ്ക്ക് ഇന്നലെ ഫീൽ ചെയ്തു. അതെന്നോട് പറഞ്ഞു. പിന്നെ ആത്മാവ് പകരം ചോദിക്കാൻ വന്നതാവും നിങ്ങളോട്. മാഡം പ്ലീസ്, നിന്നോട് എനിക്ക് ഒരു ചുക്കും പറയാനില്ല. പറയാനുള്ളത് ഈ മനുഷ്യനോടാ. നാളെ മരിച്ചു പോയാലേ ആത്മാവായി പോലും വന്ന് എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. ആത്മാവിന്റെ കളിയോ? സുധി സാറിന്റെ അല്ല, സുധിയുടെ ആത്മാവിന്റെ സാന്നിധ്യവും സാമീപ്യവും ഒക്കെ ദേവിയൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ നീ പേടിക്കണം. അവളെ നീ തൊട്ടാ സുധിയുടെ ആത്മാവ് നിന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലും. എന്തായാലും ക്യാമറ വെച്ച് നീ CCTV ബ്രേക്ക് ചെയ്തപ്പോ സർവൈലൻസിന് പരലോകത്ത് നിന്ന് സുധിയുടെ ആത്മാവ് നേരിട്ടിറങ്ങി. ആത്മാക്കൾക്ക് ഉറക്കമില്ലല്ലോ. അതുകൊണ്ട് രാവും പകലും അവൾക്ക് കാവലിന് അവനുണ്ടാകും. ആവാഹിക്കാൻ കഴിയാത്ത ആത്മാക്കളൊന്നും ഭൂമിയിലില്ല മാഡം. കാഞ്ഞിരമരത്തിലൊരാണി, അതോടെ അവൻ തീർന്നു. എന്ത് ചെയ്താലും നോക്കിയും കണ്ടും ചെയ്യണം. പരേതാത്മാക്കളെ ശിക്ഷിക്കാൻ ഇന്ത്യൻ പീനൽ കോഡില് വകുപ്പില്ലെന്നറിയാലോ. Who the hell? ഹെല്ലല്ല ബേബി, ഹെവൻ. എന്നെ കാണാൻ വരരുതെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഓ, അങ്ങനെ നീ പറഞ്ഞത് കരുതി എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം? പണമാണെങ്കിൽ നടക്കില്ല. നീ എന്നെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ ബേബി. പണം ഇങ്ങോട്ട് വാങ്ങാനല്ല, നിനക്ക് അങ്ങോട്ട് കിട്ടുന്ന ഒരു ഡീലിനെ കുറിച്ച് സംസാരിക്കാനാ ഞാനിപ്പോ വന്നേ. നീ എനിക്ക് ഇങ്ങോട്ട് പണം തരാനോ? എവിടുന്ന്? എന്തിന്? ചോദ്യങ്ങൾ ഇങ്ങനെ ഒറ്റയടിക്ക് ചോദിച്ച് തീർക്കില്ലേ ബേബി. ഞാനെല്ലാം കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഒരുപാട് വളഞ്ഞു ചുറ്റി മാറ്ററിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കാം. ഈ മരുന്ന് മാഫിയ, വാക്സിൻ ലോബി എന്നൊക്കെ നീ കേട്ടിരിക്കുമല്ലോ അല്ലേ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അവരുമായിട്ടൊരു ഡീൽ ഉറപ്പിച്ചിട്ടാ വന്നിരിക്കുന്നത്. നീ അങ്ങനെ ആരെങ്കിലും ആയിട്ട് ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ എന്ത് വേണം? നീ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. മാസാമാസം ലക്ഷങ്ങൾ നിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അങ്ങനെ എന്നെ വെച്ച് നിന്റെ മയക്കുമരുന്ന് ബിസിനസ് നടത്താന്ന് നീ കരുതണ്ട. നടക്കില്ല. അത് നടക്കും, നടന്നിരിക്കും. ഇല്ലെങ്കിൽ നിന്റെ പഴയ കേസുകളും പത്രക്കട്ടിങ്ങുകളും സോഷ്യൽ മീഡിയയിൽ ഓടിക്കളിക്കും.
അക്ഷര ഹോസ്പിറ്റലിന്റെ ക്രെഡിബിലിറ്റി കപ്പൽ കയറും. എല്ലാം പൂട്ടിക്കെട്ടി നീ വീട്ടിലിരിക്കേണ്ടി വരും. അത് വേണോ? ഈ ഒരു തരത്തിൽ എനിക്ക് മനസ്സമാധാനം തരില്ലെന്ന് ഉറപ്പിച്ചാണ് വന്നിരിക്കുന്നത്. എന്താ ബേബി നീ പറയുന്നത്? നിന്റെ അല്ല, നമ്മുടെ മനസ്സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയല്ലേ ഞാനിതൊക്കെ ചെയ്യുന്നേ. നീ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഒന്ന് കണ്ണടച്ച് ചെന്നാൽ മാത്രം മതി. നമ്മുടെ ആളുകൾ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്തോളും. ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നുണ്ടോ എന്ന് മാത്രം നീ നോക്കിയാൽ മതി. നീ ഒന്ന് ആലോചിക്ക. ഇവിടെ നിന്റെ വിശ്വസ്തരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കൂടി ഒന്ന് ആലോചിക്ക. എന്നിട്ട് ഒരു വൈസ് ഡിസിഷൻ എടുക്കുക. എന്തായി? ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ ഡോക്ടറുടെ കയ്യിലാണ്. ഓക്കെ, ഞാൻ വേണ്ട രീതിയിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ധൈര്യമായിട്ട് വയ്ക്കൂ. ഓക്കെ. മാഡം, ഞാനൊരു വല്ലാത്ത പ്രശ്നത്തിൽ പെട്ടിരിക്കുക. എന്താ മാഡം? ആ വിശാലും വല്ലാത്തൊരു തലവേദനയാ. പുതിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും? ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങള് എന്നെ മാത്രം ബാധിക്കുന്നതായിരുന്നു. പക്ഷെ ഇത് ഈ ഹോസ്പിറ്റലിന്റെ മൊറലിനെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാ. ഡാഡി എങ്ങാനും അറിഞ്ഞ അതോടെ എല്ലാം തീരും. മാഡം ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ കാര്യം എന്താണെന്ന് പറയേ. സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇല്ലല്ലോ. സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ, വിശാൽ. അവൻ തീരണം, തീർക്കണം അവനെ. എന്റെ മനസ്സമാധാനം ഇല്ലാതാക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. അവനെ തീർത്താൽ മാഡത്തിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം സൊല്യൂഷൻ ആകുമോ? പിന്നെ ഞാൻ എന്താ വേണ്ടത്? അവൻ ഇപ്പൊ വന്ന് പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് ഡോക്ടർക്ക് അറിയൂ? എന്താ? വാക്സിൻ ലോബിയുമായും മരുന്ന് മാഫിയയുമായി ഡീൽ ഉണ്ടാക്കിയിട്ട് അവൻ വന്നിരിക്കുന്നേ. അതിന് അവൻ ഈ ഹോസ്പിറ്റൽ ഒരു മറയായിട്ട് വേണമെന്ന്, ഞാൻ അതിന് നിന്ന് കൊടുക്കണമെന്ന്. അത്രേ ഉള്ളോ? ഞാൻ കരുതി എന്തോ വലിയ ഇഷ്യൂ ആണെന്ന്. ഡോക്ടർ എന്തായി പറഞ്ഞു വരുന്നേ? ഇത് വലിയൊരു ഇഷ്യൂ അല്ലേ? എന്റെ മാഡം, ഇതൊക്കെ മിക്ക ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ വലിയ കുറ്റമൊന്നും ചെയ്യുന്നില്ലല്ലോ. വലിയ കമ്പനികൾ വലിയ വിലയിട്ട് നൽകുന്ന മരുന്നുകൾ അതിന്റെ 4/1 വിലയ്ക്ക് ചെറുകിട കമ്പനികൾ നൽകും. നമ്മളത് വാങ്ങി പുതിയ പാക്കറ്റിലാക്കി രോഗികൾക്ക് കൊടുക്കും. അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. ഇതൊക്കെ മെഡിക്കൽ എത്തിക്സിന് എതിരല്ലേ? ഡാഡി എങ്ങാനും അറിഞ്ഞോ? എന്ത് എത്തിക്സ് മാഡം? കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ആരെയും പേടിക്കാതെ നമുക്ക് ജീവിക്കാം. ഡോക്ടർ അനുവദിച്ചാല് ഒരു കുഞ്ഞു പോലും അറിയാതെ ഇവിടത്തെ കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തോളൂ. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പറയാം എന്ത് വേണമെന്ന്. ജയശങ്കർ സാറ് മാഡത്തിന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ ഞാനങ്ങ് ഏറ്റെടുത്തുമേ തന്നെ. ചക്രക്കസേരയിൽ എഴുന്നേറ്റ് ഊന്നുവടിയുടെ സഹായത്തോടെ നടക്കുന്നു. ഒരു തരം 2ാം ജന്മം. ഓരോ അടിയും വെച്ച് പിച്ച വെച്ച് പഠിച്ച് നടക്കുകയല്ലേ ഇപ്പോ.